ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രൻ ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, കുട്ടനാടിൻ്റെ ഹൃദയതാളം നന്നായി അറിയുന്ന, അതിൻ്റെ സ്പന്ദനം അറിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങ്. ആലപ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരായി നിന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം, നല്ലൊരു മഴ പെയ്താൽ അപ്പോഴേ നേരെ AC റോഡിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം കയറി വണ്ടി പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവിടെ നിന്നൊരു റിപ്പോർട്ട് കൊടുക്കാം എന്ന് കരുതുന്ന മാധ്യമ പ്രവർത്തകരായിരുന്നു ഒരു നല്ല കാലം വരെയും. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വരികയാണ് ശ്രീ ജയചന്ദ്രൻ. എനിക്ക് തോന്നുന്നു ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ വികസന പദ്ധതികൾ, ആലപ്പുഴയിലെ ജനങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ തൊടുന്ന പദ്ധതികൾ, അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന പദ്ധതികൾ ഇത്രമാത്രം വന്നിട്ടുള്ള ഒരു കാലമുണ്ടോ ശ്രീ ജയചന്ദ്രൻ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇത്ര നേരവും കേരള ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പെരുമ്പളം പാലത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞല്ലോ, അതുകൂടെ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുന്നത്, ഈ പെരുമ്പളം ദ്വീപിലെ ജനതയിൽ സാധാരണ നില കൈവരിച്ചു. ഇപ്പോ അസാധാരണമായ ജീവിത സാഹചര്യമായിരുന്നു പെരുമ്പളം ദ്വീപിലുണ്ടായിരുന്ന ഇത്രയും കാലവുമായിട്ട്. അപ്പൊ അതിന് ഒരു മാറ്റം വരുത്താൻ മാറി വന്ന ഭരണകൂടങ്ങൾക്ക്, ഗവൺമെന്റുകൾക്ക് പല കാരണങ്ങൾ കൊണ്ടും അവരത് മുൻഗണനയിൽ എടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം, പ്രത്യേകിച്ചും 2018 ശേഷമാണ് ഇത് ബജറ്റിലേക്ക് വരുന്നത്. ഇപ്പോൾ 103 കോടി രൂപ ചെലവിട്ട് പെരുമ്പളം പാലം യാഥാർത്ഥ്യമായി. അവരെ സംബന്ധിച്ചോളം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതും ദൂരമരികെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് പെരുമ്പളംകാർ കരുതുകയില്ല. അപ്പൊ അത് സാധ്യതപ്രായമാക്കിയതിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, ഈ ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ മറുപടി. ആ ഗവൺമെന്റും അതിന്റെ ഇച്ഛാശക്തിയുള്ള നായകനും ഇല്ലായിരുന്നെങ്കിൽ ഇത് യാഥാർത്ഥ്യമാവുകയില്ലായിരുന്നു എന്നുള്ളത് പെരുമ്പളം നിവാസികൾക്കെല്ലാം അറിയാം. അവർക്ക് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേരിട്ടോ അല്ലാതെ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അറിയാം. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയും അത്തരം ഒരു ഭരണ നേതൃത്വവും ഉള്ളത് കൊണ്ട് മാത്രമാണ് പെരുമ്പളം പാലം യാഥാർത്ഥ്യമായത്. അതില് വലിയ സന്തോഷം ഉള്ള ഒരാളാണ് ഞാൻ എന്നതുകൊണ്ടുകൂടിയാണ് അതൊന്ന് ആഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. താങ്കൾ ചോദിച്ച കുട്ടനാട് പദ്ധതിയെ സംബന്ധിച്ച് അല്ല, തീർച്ചയായും ശ്രീ ജയചന്ദ്രൻ, പെരുമ്പാളം ദ്വീപിൻ്റെ വിഷയങ്ങൾ ഒരുപക്ഷെ ഞാൻ ഷാജഹാനോട് അത്രയും വിശദമായി സംസാരിച്ചുകൊണ്ടാണ് താങ്കളോട് ചോദിക്കാതിരുന്നത്. ആ നാടിൻ്റെ ഒരു വേദന എനിക്ക് അത് മമ്മൂക്കായുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഒരു കല്യാണാലോചന പോലും അവിടെയാണെന്ന് അറിഞ്ഞാൽ നടക്കാത്ത ഒരു സാഹചര്യം, തടകെട്ടിയിട്ടിരുന്ന അവരുടെ ജീവിതം ഇനി അണപൊട്ടി ഒഴുകട്ടെ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. ഒരുപക്ഷെ അവിടുത്തെ ജനത, ഞാൻ അവിടുത്തെ ഈ കുട്ടികളൊക്കെ രാവിലെ ചാനലുകളിൽ സംസാരിക്കുന്ന കാണുകയായിരുന്നു. എന്തൊരു സന്തോഷമാണ് അവരുടെ മുഖത്ത്. കാരണം അവർക്ക് ഇത്രയും ദൂരത്തിലൊന്ന് സൈക്കിൾ ചവിട്ടാൻ അവസരം കിട്ടുകയാണ്. ഇതുവരെ ആ ദ്വീപിനുള്ളിലെ ഇട്ടാവട്ടത്തിൽ മാത്രമല്ലേ അവർക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ആ മനുഷ്യരുടെ ജീവിതത്തെ ആകെ സ്പർശിക്കുന്നതാണ് വികസനമെന്ന് നമുക്ക് ബോധ്യപ്പെടുകയായിരുന്നു. തുടരാൻ കഴിയും. അതെ, എന്ന് മാത്രമല്ല, ഈ നമ്മളൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ സ്കൂളുകൾ അത് പഠിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നു. പഴയ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, ഒരു വാക്യമുണ്ടല്ലോ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അസാധ്യമായ ഒന്നുമില്ല എന്നത് നമ്മൾ പാഠപുസ്തകങ്ങളിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള സംഗതിയാണെങ്കിൽ, അസാധ്യമായ ഒന്നുമില്ല എന്ന് ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു പെരുമ്പളം പാലം. അതാണ് അതിന്റെ ആകത്തുകയിൽ പറയാൻ കഴിയുന്നത്. ഇതുവരെ ഇൽഫെയ്റ്റ്, ദുർവിധിയെ പഴിച്ചു കഴിഞ്ഞിരുന്ന ഒരു ജനതയ്ക്ക് അങ്ങനെയല്ല. ഏറ്റവും മനോഹരമായ പാലം നിർമ്മിക്കുക മാത്രമല്ല, വമ്പിച്ച വിനോദസഞ്ചാര സാധ്യതകളിലേക്ക് തങ്ങളുടെ ദ്വീപിനെ ആകെ ആകർഷിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്, മാർഗമാണ് ഇത് എന്നുകൂടി അവർ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയുമാണ്. ബാക്കിയുള്ള നാട്ടുകാർ അത് തന്നെയാണ് തിരിച്ചറിയുന്നത്. അത്രയും വലിയ പ്രാധാന്യം പെരുമ്പളം പാലത്തിന് നിർമ്മിതിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൂടെ ഞാൻ പറഞ്ഞു പോകണം എന്ന് ആഗ്രഹിച്ചത്. ഷമി, താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാല്, ഈ കുട്ടനാടിന്റെ ഈ AC റോഡ് അടക്കം ആലപ്പുഴ ജില്ല ഉണ്ടായതിനു ശേഷം കുട്ടനാട് എന്ന് പറഞ്ഞ പ്രദേശത്തിന്, അസംബ്ലി നിയോജക മണ്ഡലത്തിന് ഇതുവരെ കിട്ടിയിട്ടുള്ള വികസന പദ്ധതികളിൽ ഏറ്റവും ഉയർന്ന പരിഗണന ലഭിച്ചിട്ടുള്ള വികസന പദ്ധതികളാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി കുട്ടനാട്ടിൽ കണ്ടത്. അതിൽ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത്
രണ്ടായിരത്തി എത്രയാണ് 2119.73 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കുട്ടനാട്ടിൽ പിന്നെ ഇതുവരെ നടന്നിട്ടുള്ളത്. ഇനി നടക്കാനുള്ള കുടിവെള്ള പദ്ധതിയുടെ 615 കോടി രൂപ നടക്കാനുള്ള പദ്ധതികൾ വേറെ കിടക്കുന്നു. അതല്ലാതെ തന്നെ 5 വർഷക്കാലം കൊണ്ട് 2119 കോടി രൂപയുടെ വികസന പദ്ധതി ഈ കുട്ടനാട്ടിൽ നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ എസ് റോഡിന്റെ നിർമ്മാണം, പലഹാരം പാലം, മറ്റ് നിരവധി കുടിവെള്ള പദ്ധതി അടക്കമുള്ള മറ്റ് കുടിവെള്ള പദ്ധതികളൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ എസ് റോഡ് നിർമ്മിക്കുമ്പോൾ 742 കോടി രൂപയാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷെ ഇപ്പൊ 752 കോടി രൂപയായിട്ടുണ്ട്. അപ്പൊ അത് വ്യാപകമായ വിമർശനങ്ങൾ ക്ഷണിച്ച് വരുത്തുന്ന ഒരു നിലയായിരുന്നു. അത് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കുട്ടനാടുകളിൽ ആവശ്യക്കാരാണ്, അവർക്കത് വേണം താനും. പക്ഷെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പിന്നെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നില്ല. എന്തൊരു വിചിത്രമായ കണ്ടുപിടുത്തമെന്ന് നോക്കണം. ഈ എസിയോട് പിന്നെ സെമി എലിവേറ്റഡ് ഹൈവേ ആയിട്ട് നടത്താൻ ഗവൺമെന്റ് നിശ്ചയിച്ച് KSTP കൊണ്ട് പ്രോജക്ട് ഏറ്റെടുപ്പിച്ച് ഒരു ഒരാളുകളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചത് കുട്ടനാട്ടിലെ പിന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനല്ല. അത് തുടക്കത്തിൽ തന്നെ സുവ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വെള്ളപ്പൊക്കത്തിനെ പോലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ റോഡുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാന ലക്ഷ്യം. പരമമായ ലക്ഷ്യവും അത് തന്നെ. അടിസ്ഥാന ലക്ഷ്യവും പരമമായ ലക്ഷ്യവും ഒന്നാകുന്ന ഒരു വികസന പ്രവർത്തനം എന്ന് പറയുന്നതിന് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നത്. അപ്പൊ അത് തുടക്കം മുതലേ പറയുന്ന കാര്യമാണ്. പക്ഷെ വിമർശകർ അങ്ങനെയല്ല. ഇതുകൊണ്ട് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം എങ്ങനെ തടയും? അതിന് സമാനം പറയണം ഗവൺമെന്റ്. എത്ര വിചിത്രമായ വങ്കത്തരങ്ങളാണ് പറയുന്നത് ആലോചിച്ചോണ്ട്. പക്ഷെ കുട്ടനാട്ടുകാരെയൊന്നും ബാധിക്കില്ല. ഇത്ര മനോഹരമായി അങ്ങനെ പിന്നെ സെമി എലിവേറ്റഡ് ഹൈവേ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊപ്പമാണ് ഈ പറഞ്ഞ കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നു വരുന്നു. പണക്കാരം പാലം എന്ന് പറയുന്ന 2 പഞ്ചായത്തുകളെ, നെടുമുടി പഞ്ചായത്തിനെയും തകഴി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പമ്പയാറിന്റെ തന്നെ കൈവഴിയായി പൂക്കൈതയാറിന്റെ പുറകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ്. അത് 2 പഞ്ചായത്തുകൾ കൊണ്ടും ബന്ധിപ്പിക്കുക മാത്രമല്ല, പെട്ടെന്ന് തിരുവല്ലയിലേക്കും അമ്പലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്കും ഒക്കെയുള്ള യാത്രികർക്ക് വളരെ എളുപ്പത്തിൽ ഒരു 10-15 കിലോമീറ്റർ എങ്കിലും ചാണശ്ശേരി എന്നൊക്കെയുള്ള വരവ് നോക്കിയാലും നെടുമുടിയുടെ കുട്ടനാട് ഭാഗങ്ങൾ നോക്കിയാലും ഒക്കെ ലാഭമുണ്ട്. ലാഭം എന്ന് പറഞ്ഞാൽ ഈ കിലോമീറ്റർ കണക്കിന് ഞാൻ പറഞ്ഞത്, പൈസയുടെ ലാഭത്തിന്റെ പ്രശ്നമല്ല പറഞ്ഞത്. അങ്ങനെ ഈ വേഗത അല്ലെങ്കിൽ ദൂരം കുറയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള മനോഹരമായ ഒരു പുതിയ നിർമ്മിതിയായിട്ട് തന്നെയാണ് ആ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കുട്ടനാടിന്റെ സമഗ്രമായ ഒരു പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള ഈ വികസന പദ്ധതികൾ എടുത്തു പറഞ്ഞാൽ അതിന് മാത്രം വേണ്ടി വരും 1/2 മണിക്കൂർ എന്ന് പറയുന്നത്. ഈ പിന്നെ വിവിധ പ്രവർത്തികളുടെ ഉദ്ഘാടനം, പൂർത്തീകരിച്ച പദ്ധതികൾ നാം നോക്കിയാല് പിന്നെ പാടശേഖരങ്ങളുടെ പുറംബണ്ടുകളുടെ നിർമ്മാണത്തിന് മാത്രം 124 കോടി രൂപയുണ്ട്. PWD റോഡുകൾക്ക് 334 കോടി രൂപ, പാലങ്ങൾക്ക് 644 കോടി രൂപ, പ്രാദേശിക റോഡുകൾക്ക് 88 കോടി രൂപ, ആരോഗ്യ മേഖലയ്ക്ക് 111 കോടി രൂപ, സ്കൂളുകൾക്ക് 17.09 കോടി രൂപ, പൊതുകെട്ടിടങ്ങൾക്ക് 18 കോടി രൂപ, MLA ഫണ്ട് 26 കോടി രൂപ, അംബേദ്കർ പദ്ധതി 3 കോടി രൂപ. ശ്രദ്ധിക്കണം, ഇതില് ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞില്ലേ 2211 കോടി രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞില്ലേ, 219 കോടി രൂപയുടെ ഈ പദ്ധതിയില് പിന്നെ MLA ഫണ്ടായിട്ട് 26 കോടി രൂപയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സാധനം തന്നെയാണ്. കാരണം ഒരു വർഷം 5 കോടി രൂപ വെച്ചാണല്ലോ MLA ഫണ്ട് എന്ന് പറയുന്നത്. 5 വർഷം കൊണ്ട് പിന്നെ 25 കോടി രൂപയാണ്. ഇവിടെ ഒരു ഘടകത്തിൽ 1 കോടി രൂപ കൂടി. അപ്പൊ ഈ സാധാരണഗതിയിൽ നടന്നുകൊണ്ടിരുന്ന വികസനം അങ്ങനെയായിരുന്നു. പിന്നെ ചില വകുപ്പുകളുടെ പ്രത്യേകമായ ഇടപെടലിന്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയ ചെറിയ വികസനങ്ങളും അതിനെ മൊത്തം പിന്നെ പുതുക്കിപ്പണിതാണല്ലോ കിഫ്ബിയുടെ വികസനം LDF സർക്കാർ സാധ്യമാക്കിയത് 2016